ഇന്ന് നമ്മൾ തിരുവനന്തപുരം സ്റ്റൈൽ ചിക്കൻ തോരനാട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഏകദേശം 400 ഗ്രാമോളം എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ലൈറ്റ് മാരിനേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ഒരു ബൗളിലേക്ക് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഏകദേശം അരമുറി തേങ്ങ ചിരവിയതാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി വെക്കുന്നുണ്ട്. ഇത് രണ്ടും നമ്മളവിടെ മാറ്റി വെക്കുകയാണ്. ഇനി നമുക്കതിലേക്കൊരു ആദ്യമൊരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് നല്ല കട്ടിയുള്ള ടൈപ്പ് പാന് നോക്കിയെടുക്കുക. എന്നിട്ട് നമ്മളതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് മാത്രം കടുക്, അതുപോലെ തന്നെ 2 ഏലക്കായ, 2 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് കറുവപ്പട്ട ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മളിതിലേക്ക് തേങ്ങ കൊത്താണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഈ തേങ്ങയുടെ പീസ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് അധികം ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കടിക്കുമ്പോൾ. അപ്പോൾ ഇത് നമ്മൾ നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് ഇതിലേക്ക് 2 വറ്റൽ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് 1 സവാള നല്ല ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ ഈ റെസിപ്പിയിൽ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ചെറിയ ഉള്ളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഏകദേശം ഒരു സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മാത്രം ഏകദേശം 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാല, പിന്നെ അതുപോലെ തന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി അതും 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു പൊടിയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ശേഷം നമ്മളിതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ കംപ്ലീറ്റ് ആയിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മസാലയിലേക്കൊക്കെ നമ്മൾ കുറച്ചൊന്ന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇനി നമ്മൾ ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിതിലേക്ക് 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കന് ആ ഉള്ളിൽ നിന്നൊക്കെ വെള്ളം വരും. അപ്പോൾ നമ്മൾ ഇത്ര ഒരു 1/4 കപ്പും കൂടെ ഒഴിക്കുമ്പോൾ നല്ല രീതിയിൽ ആ ചിക്കനൊക്കെ ഒന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ചിലർ ചിക്കൻ തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് ചിക്കൻ ആദ്യം മാരിനേറ്റ് ചെയ്യാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ആ ഒരു ചിക്കനിലേക്കൊക്കെ ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം അങ്ങനെ അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ കഴിയുന്ന സമയത്ത് ആ ചിക്കൻ്റെ വെള്ളമൊക്കെ ഏകദേശം ഒന്നിങ്ങനെ വറ്റി തുടങ്ങി ചിക്കനൊക്കെ നന്നായിട്ടൊന്നിങ്ങനെ വെന്ത് വരുന്ന സമയത്ത് ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വെന്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് നേരത്തെ ഞെരടി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു തേങ്ങയും ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് പൊത്തി വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ അടച്ചു വെച്ചിട്ടൊരു മീഡിയം ഫ്ലെയിമിലൊന്നിങ്ങനെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 1-2 തവണ ഇങ്ങനെ മൂടി തുറന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ആ തേങ്ങ ഇങ്ങനെ അടിയിൽ കരിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തോർത്തിയെടുക്കണം. ആ ഒരു വെള്ളമൊക്കെ വറ്റിയിട്ട് തേങ്ങ ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ മുരിഞ്ഞ് വരുന്ന ഒരു സമയമാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ, അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ആ ഒരു പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തപ്പോൾ കറക്റ്റ് നല്ലൊരു കൊതിപ്പിക്കുന്നൊരു ടേസ്റ്റും മണമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ചിക്കൻ തോരനൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുറച്ച് ചിക്കൻ മാത്രം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു ചിക്കൻ ഇങ്ങനെ മാരിനേറ്റ് ചെയ്യും, അതുപോലെ തേങ്ങ നമ്മളിങ്ങനെ ഞെരടിയൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളിയായിട്ട് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് സാധാ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറാട്ടയുടെ കൂടെ കഴിക്കാൻ പറ്റുന്നതൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.